നമുക്കെല്ലാവർക്കും 24 മണിക്കൂറാണല്ലേ ഒരു ദിവസത്തിൽ കിട്ടണത്. സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന 24 മണിക്കൂറെ എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ഒരു അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ നിൽക്കുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ 24 മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് പറ്റും. ഹൗ ടു സ്ട്രക്ചർ യുവർ ഡേ മോർ പ്രൊഡക്റ്റീവ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ ദിവസത്തെ പ്രൊഡക്റ്റീവാക്കി മാറ്റാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻസ്, അതായത് നാളെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് ആദ്യമേ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1 minute പ്ലാനിങ് സേവ്സ് 10 minutes ഓഫ് എക്സിക്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് 1 minute നമ്മൾ ആ 1 minute എടുത്തിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ എക്സിക്യൂഷനിലുള്ള ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്ലാനിങ്, നിങ്ങൾ ഏതൊരു കാര്യം എടുത്ത് നോക്കിക്കോളൂ, പ്ലാൻ ഇല്ലാതെ ചെയ്യുന്നതും പ്ലാൻ ഉണ്ടായിട്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പ്ലാൻ വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചും കൂടെ ഭയങ്കര പ്രോപ്പർ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആകെ കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ഡേ നമ്മൾ തുടങ്ങുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ആ ഒരു ഡേ കൊണ്ടുപോകാനായിട്ട്. നമുക്കറിയാം ആദ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം, അപ്പോൾ നാളെ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് തുടങ്ങണമെങ്കിൽ തലേന്ന് രാത്രി തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് രാവിലെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ രാത്രി, അതായത് നാളേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ രാത്രി എഴുതുക. എന്താണ് 1 minute പ്ലാൻ ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് നാളെ ചെയ്യാനുള്ള ആക്ടിവിറ്റി. അത് പേഴ്സണലായിരിക്കാം, പ്രൊഫഷണലായിരിക്കാം, എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മളത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീട് വൃത്തിയാക്കണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ അത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇന്ന റൂം എനിക്ക് വൃത്തിയാക്കണം എന്ന് പ്ലാൻ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് കരിയർ വൈസ് ആയിട്ട് എനിക്ക് ഇന്നൊരു സ്കില്ല് പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് എക്സാം വരികയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യാം. അപ്പോൾ ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഒരു 10 പ്ലാൻ നിങ്ങൾ ചെക്ക് ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഒരു 10 പ്ലാൻ എന്തൊക്കെ നാളെ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് എഴുതുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ വളരെ കൃത്യമായി ഒന്ന് നോക്കുക. ഹറിബറിയൊന്നും വേണ്ട, കൃത്യമായി തന്നെ ഇങ്ങനെ നോക്കുക. ആ നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് എയർലിസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അടുത്ത ആഴ്ച എക്സാം വരുന്ന ഒരാൾക്ക് ആ പഠിക്കുക എന്നുള്ളതാണ്. ബാക്കി എന്ത് കാര്യത്തിനേക്കാൾ പ്രയോറിറ്റൈസ് ആണ് ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ പഠിക്കുക എന്നുള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഫസ്റ്റ് ഏറ്റവും ഏർലിസ്റ്റ് ആൾക്ക് അത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടി, അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിൻ ഇമ്മീഡിയറ്റ്ലി, അതായത് ആ ആക്ഷൻ തുടങ്ങുക. അതായത് പഠിക്കുക. നമ്മൾ ആ ഒരു സംഭവം മനസ്സിലായി, ഇതാണ് നമ്മുടെ പ്ലാൻ. നാളെ ഇത്ര 10 പ്ലാൻ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഈ ഒരു പ്ലാൻ തിരഞ്ഞെടുത്തു രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് ആ പ്ലാൻ അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യുക. ആ ഭാഗങ്ങൾ പഠിച്ചു തുടങ്ങുക, ആ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുക. അവിടെ പിന്നെ ഒരു ഹറിബറിയോ അല്ലെങ്കിൽ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങളിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് നാളെ എന്നുള്ളത്. ആ സാധനം എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവിടെ ലാഗ് അടിക്കുന്നില്ല, അല്ലേ? നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി ഇതാണെന്നുള്ളത്. ആ സാധനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റിൽ അടുത്തത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് രാത്രി നിങ്ങൾക്ക് ഈ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ സെറ്റ് ചെയ്താലും മതി. പക്ഷെ രാത്രി സെറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതങ്ങോട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ എണീക്കുക. കാരണം രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് നിങ്ങൾ വായിച്ച് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ എത്തുമ്പോൾ ആ ഒരു എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഞാൻ ഇതാണ് ഇന്ന്, എനിക്ക് സമയം കളയാനില്ല, ഇന്ന സാധനമാണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ 1 മിനിറ്റ് പോലും കളയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ആ സ്റ്റെപ്പിലേക്ക്, ആ പ്ലാനിലേക്ക് കടക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ അതൊന്ന് അലൈൻ ചെയ്യുക. ഒരു മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക, ഇങ്ങനെ പ്ലാനുകളൊക്കെ ഉണ്ട്, അതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എടുക്കുന്നു, ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ തുടങ്ങുന്നു, ഓടിപ്പോയി ബുക്ക് പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അതിൽ ക്ലീനിങ് ആണെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡേ നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുക, അല്ലേ?
നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്ഷൻ എന്ന് പറഞ്ഞ സംഭവം വന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒറ്റ കാര്യത്തിനും ഒരു ഗുണം ഉണ്ടാവില്ല അല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതിന് നമ്മുടെ ഡേ സ്ട്രക്ചർ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മാർഗ്ഗമാണ് ഈ പറഞ്ഞത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള നിൽക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും ലൈഫിൽ. അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കും ആ ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന്. ആ ഡേ വെൽ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വി ഫെൽറ്റ് ഭയങ്കര റിലാക്സ് ആയിരിക്കും അല്ലേ. നമുക്ക് ഭയങ്കര റിലാക്സേഷനും തോന്നും, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലേ, നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമ്മുടെ ഡേ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരാൻ. ദിസ് ഇസ് ജോഷി മാനം സൈനിങ് ഓഫ്.